നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് മല റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതിക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ചാലിശ്ശേരി പെരുമണ്ണൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും കൂറ്റനാട് നിന്നും എടപ്പാളിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ചങ്ങരംകുളം സ്വദേശിനിയെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി മഞ്ഞളുങ്ങൽ ഗ്രീൻ വാലിയിൽ ആക്രി ഗോഡൌണിൽ തീപിടുത്തം. ആളപായമില്ല. പട്ടാമ്പി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. പട്ടാമ്പി മഞ്ഞളുങ്ങലാണ് ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായത്. മഞ്ഞളുങ്ങൽ ഗ്രീൻ വാലിയിൽ പ്രവർത്തിക്കുന്ന ജാഫറിന്റെ ഉടമസ്ഥത്തിലുള്ള ആക്രി ഗോഡൌണിലായിരുന്നു തീപിടുത്തം. തൊട്ടടുത്ത സ്ഥാപനത്തിൽ നിന്നും മാലിന്യം കത്തിക്കുന്നതിനിടയിൽ തീ സമീപത്തെ പുല്ലിലേക്ക് പടരുകയും തുടർന്ന് അത് ഗോഡൌണിലേക്ക് പടരാൻ ഇടയായുമെന്നാണ് കരുതുന്നത്. സ്ഥാപനത്തിന്റെ ഷീറ്റും മറ്റു ആക്രി സാധനങ്ങളും കത്തിയ നിലയിലാണ്. സമീപത്തെ പുല്ലുകളും മരങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സമീപത്തെ നിരവധി വീടുകളും ഉണ്ട്. വീടുകളിലേക്ക് തീ പടരാതിരുന്നതും വലിയ അപകടം ഒഴിവാക്കി. ഞങ്ങളെ കേസന്റെ നേതാവിന്റെ അടുത്തില്ല അതങ്ങനെ ഉണ്ടാവുള്ളൂ. പട്ടാമ്പിയിൽ ടൗണിൽ റോഡ് റബ്ബറൈസിംഗ് പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ഞായറാഴ്ച രാവിലെ വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നീളാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തികളാണ് പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നത്. ഒരാഴ്ച മുമ്പ് പാതയിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണത്തിന് പിന്നാലെയാണ് പാതയുടെ റബ്ബറൈസിംഗിനായി വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രവൃത്തികൾ തുടങ്ങിയത്. ഞായറാഴ്ച രാവിലെ 8 മണി വരെയാണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുള്ള പ്രവൃത്തികൾ നടത്തുന്നത്. മേലെ പട്ടാമ്പി കമാനം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. നീളാശുപത്രി വരെ റോഡിന്റെ ഉപരിതലം പൊളിച്ചു മാറ്റിയുള്ള പ്രവൃത്തികളും നടത്തുന്നുണ്ട്. ഈ മാസത്തോടെ തന്നെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഗതാഗത നിയന്ത്രണം യാത്രക്കാരെയും വലിയ തോതിൽ വലച്ചിരിക്കുകയാണ്. പട്ടാമ്പിയിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തൃത്താലക്കൊപ്പം മുതുല വെള്ളിയങ്കല്ല് വഴിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നാളെ രാവിലെ 8 മണിയോടെ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.
പട്ടാമ്പിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ക്യാമ്പ് ഒരുക്കി. ജോയിന്റ് RTO KS രാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി സബ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമായി സഹകരിച്ചുകൊണ്ട് നിയമം പാലിച്ച് വാഹനമോടിക്കുന്നവർക്ക് മധുരവും പേരയും നൽകിയുള്ള ബോധവൽക്കരണം ഒരുക്കിയത്. നിയമം തെറ്റിച്ചു വരുന്നവരെ ബോധവാന്മാരാക്കുവാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എവിടേക്ക് പഠിക്കണം? എവിടെ പഠിക്കണം? പട്ടാമ്പി ഹയർ സെക്കൻഡറിയിലെ എന്തൊക്കെയാണ് എനിക്കറിയാത്ത കുറേ നിങ്ങൾക്ക് അറിയുന്ന ഞാൻ കുറേ എനിക്ക് പറഞ്ഞു തരാം. ആയിക്കോട്ടെ. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടണം, ബാക്കിൽ ഇരിക്കുന്നവർക്കൊക്കെ ഹെൽമെറ്റ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജീവ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സനീഷ്, സുദേവ്, പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ പ്രശാന്ത് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രാജ്യമെങ്ങും റോഡ് സുരക്ഷാ മാസമായി ആചരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ റോഡ് നിയമങ്ങൾ അനുസരിക്കേണ്ടതിൻ്റെയും അതുപോലെ അത് നന്നായി പാലിക്കേണ്ടതിൻ്റെയും ആവശ്യകതകളെക്കുറിച്ച് ആൾക്കാരിലൊരു ബോധവൽക്കരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസും മോട്ടോർ വാഹന വകുപ്പ് പട്ടാമ്പിയും ചേർന്ന് നടത്തിയ ഒരു പരിശോധനയാണിത്. പതിവ് പരിശോധനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നേ ദിവസം നമ്മൾ പിഴ ഈടാക്കുകയല്ല ചെയ്തത്, പകരം നിയമങ്ങൾ അനുസരിക്കുന്നവരെ കണ്ടെത്തുകയും അവരെ അനുമോദിക്കുകയും എന്നൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിലൂടെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് നല്ല മികച്ച അനുഭവങ്ങൾ, അവരുടെ മുഖത്ത് കാണുന്നൊരു ആത്മസംതൃപ്തി. കാരണം നിയമങ്ങൾ അനുസരിക്കുന്നവരെ അനുമോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിയമങ്ങൾ അനുസരിക്കാനുള്ള ഒരു പ്രവണത ആൾക്കാരിൽ ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അതൊരു വളരെ നല്ലൊരു അനുഭവമായി മാറിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എപ്പോഴും ഫൈനാണ് തെറ്റ് ചെയ്യുന്നവർക്ക് ഈടാക്കുക. പക്ഷെ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടൊരു നന്നായി ചെയ്യുന്നവർക്ക് പെന്നും ഇതൊക്കെ കൊടുത്തപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. നല്ലൊരു ഇതായിരുന്നു. പണ്ടൊക്കെ ഫൈന് എന്ന് ഈടാക്കല്, ഇപ്പോൾ നമ്മൾ മുട്ടായിഒക്കെ കൊടുത്തിട്ട് നല്ലൊരു മാതൃക അയക്കുന്നു. അവര് റോഡ് സേഫ്റ്റി അത്രയും പാലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുത്തത്. നിയമം പാലിച്ച വാഹനം ഓടിക്കുന്നവർക്ക് മധുരവും പേനയും. പട്ടാമ്പിയിൽ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് വേറിട്ട ബോധവൽക്കരണ പരിപാടികളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയത്. ഭിന്നശേഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാൻ ആവശ്യമുള്ള സേവനങ്ങൾ നൽകാനും കടമ്പകളില്ലാതെ നടപടികൾ നടത്തുവാനും ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് ഒരുക്കിയത്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കൂടി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു ക്യാമ്പ്. പട്ടാമ്പി ജോയിന്റ് RTO KS രാജു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പിലെത്തിയ ഭിന്നശേഷിക്കാർക്ക് ലേണേഴ്സ് ടെസ്റ്റ് എടുത്തു നൽകുകയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ K രാജീവൻ, സന്തോഷ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സനീഷ്, സുദേവ്, കൃഷ്ണദാസ്, ഷെജി തുടങ്ങിയവർ പങ്കെടുത്തു. 2026 ജനുവരി 1 മുതൽ 31 വരെ കേരള മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ മാസമായിട്ട് ആചരിക്കുകയാണ്. റോഡപകടങ്ങൾ പരമാവധി കുറയ്ക്കുക, റോഡപകടങ്ങളിൽ സംഭവിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അടിയന്തര ശുശ്രൂഷ നൽകുക തുടങ്ങിയ വിഷയങ്ങളാണ് റോഡ് സുരക്ഷാ മാസത്തിൻ്റെ ഭാഗമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് പ്രധാനമായിട്ടും ഉയർത്തുന്നത്. ഈ റോഡ് സുരക്ഷാ മാസത്തിൻ്റെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സേവനങ്ങൾ കടമ്പകളില്ലാതെ എത്രയും പെട്ടെന്ന് നൽകുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഭിന്നശേഷി ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഭിന്നശേഷി ക്യാമ്പിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള ലേണേഴ്സ് ടെസ്റ്റുകൾ ഇന്ന് ഇവിടെ തന്നെ വെച്ച് നടത്തുന്നതാണ്. അത് വാഹനങ്ങളുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവർക്കും ഇവിടെ തന്നെ വെച്ച് ആ സർവീസുകളും നൽകുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പ് ഭിന്നശേഷിക്കാർക്കായിട്ട് നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും എത്രയും പെട്ടെന്ന് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഈ ക്യാമ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കണമെന്ന് പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു. കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ നടന്ന സെമിനാർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രബാനു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരായ ജനപ്രതിനിധികളെയും വായനോത്സവ വിജയികളെയും അനുമോദിച്ചു. T സത്യനാഥൻ, E ചന്ദ്രബാബു, KN സുകുമാരൻ, MK പ്രദീപ്, N രാജൻ, O രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് റിപ്പബ്ലിക് ദിനത്തെ സംബന്ധിച്ചുള്ള ധാരണയും ഒക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ അപകടകരമായ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്.
അപ്പോൾ 2014 മുമ്പുള്ള ഇന്ത്യയും 2014 ശേഷമുള്ള ഇന്ത്യയും രണ്ടായി കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2014 മുമ്പും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രാദേശികവാദം, അല്ലേ, പഞ്ചാബിലും കാശ്മീരിലൊക്കെ പ്രാദേശികവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഭരണഘടന വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ഒരു ഭരണകൂടം അതിനെ സംബന്ധിച്ച ചെറുത്തു നിന്ന് തോൽപ്പിച്ച് പരാജയപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഭരണകൂടം ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപകടകരമായ അവസ്ഥ. കൂറ്റനാട് മല കുളപ്പത്തൂർക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. കാലത്ത് 5-ന് നട തുറക്കൽ, മഹാഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം എന്നിവ ഉണ്ടായി. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരിമന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 3-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 6:30-ക്ക് ദീപാരാധന, തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവ നടന്നു. താലപ്പൊലിയുടെ ഭാഗമായി വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ പൂരം വരവ് വർണ്ണാഭമാക്കി. ഇതോടെ നിളയർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.